2024 അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ലതും ചീത്തയുമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. തീർച്ചയായും സെലിബ്രിറ്റികൾ. അത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. നടിയായ അപർണ ദാസിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. പുതുവർഷത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് അപർണ ദാസ്. 2024 തന്നെ പലതും പഠിപ്പിച്ചെന്നാണ് നടി പറയുന്നത്. ഉയർച്ച താഴ്ചകളുണ്ടായ വർഷമാണ് 2024 എന്നും നല്ല ഓർമ്മകൾ കോർത്തു വയ്ക്കുകയാണെന്നും പറയുകയാണ് നടി. ഈ വർഷമായിരുന്നു നടൻ ദീപക് പറമ്പോലുമായി അപർണയുടെ വിവാഹം നടന്നത്. തികച്ചും സ്വകാര്യമായ ചടങ്ങായിരുന്നു വിവാഹം. എന്നാൽ എല്ലാ താരങ്ങളെയും ക്ഷണിച്ച് വമ്പിച്ച റിസപ്ഷൻ ഇരുവരും താരങ്ങൾക്ക് വേണ്ടിയും മറ്റ് ബന്ധുക്കൾക്കു വേണ്ടിയുമൊക്കെ ഒരുക്കിയിരുന്നു. തീർത്തും പ്രണയ വിവാഹമാണ് ഇരുവരുടേതെന്നുമാണ് ആരാധകർ കരുതിയിരുന്നത്. മനോഹരം എന്ന ചിത്രത്തിൽ ദീപക്കും അപർണയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിലൂടെ ഇരുവരും പ്രണയത്തിലായി വിവാഹം കഴിച്ചുവെന്നാണ് ആരാധകരും മറ്റുള്ളവരും കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് സത്യാവസ്ഥകൾ ഇരുവരും തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇരുവരും വർഷങ്ങളോളം പ്രണയത്തിലായിരുന്നു. പിന്നീട് 2 വർഷത്തോളം ലിവിംഗ് ടുഗദറിലായിരുന്നു. അതിനുശേഷമാണ് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. ഈ വാർത്ത പ്രേക്ഷകരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. ഇരുവരും 2 വർഷത്തെ ലിവിംഗ് ടുഗദറിന് ശേഷമാണ് വിവാഹം കഴിച്ചതെന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ലിവിംഗ് ടുഗദർ സമയത്ത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ തങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുവെന്ന് ഇരുവരും പറഞ്ഞു. ഒരുമിച്ചൊരു സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്താൽ പോലും ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ 2 പേരും കുറേ സമയമെടുക്കും. ആദ്യം ഞാനോ അല്ലെങ്കിൽ അപർണയോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അതേ സ്ഥലത്ത് ഉള്ള മറ്റേയാളുടെ ഫോട്ടോയും പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടായിരുന്നുവെന്നും അപർണയും ദീപക്കും പറഞ്ഞു. എന്നാൽ അപർണയുടെ പുതിയ പോസ്റ്റാണിപ്പോൾ ആരാധകർക്കിടയിൽ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. എൻ്റെ വഴികളിലൂടെ എന്നെ നയിച്ച, പിന്തുണച്ച, സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം എനിക്ക് വളരെ സവിശേഷമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ലതും ചീത്തയുമായ കാര്യങ്ങളുണ്ടായി. ഉയർച്ച താഴ്ചകൾ സംഭവിച്ചു. ചിലത് വേണ്ട എന്ന് വെക്കുന്നത് നല്ലതാണെന്നും എല്ലാവരും ഇന്നും നമുക്കൊപ്പം ഉണ്ടാവില്ല എന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ തനിച്ചുള്ള ശാന്തമായ നിമിഷങ്ങളെ സ്നേഹിച്ചു തുടങ്ങി. നമ്മൾ കാണിക്കുന്നതോ മറ്റുള്ളവർ പുറമേ പെരുമാറുന്നതോ ഒന്നും എപ്പോഴും ഉള്ളിൽ നിന്നുള്ള പ്രതിഫലനമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ചെറിയ നിമിഷങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകാൻ കഴിയുമെന്നും ഞാൻ മനസ്സിലാക്കി. ഓർമ്മകൾ എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ട് എപ്പോഴും നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. 2025 വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് അപർണ ദാസ് കുറിച്ചത്. എന്നാൽ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി അപർണയും ദീപക്കും വേർപിരിഞ്ഞോ എന്നാണ് ആരാധകർക്കറിയേണ്ടത്. നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞോ? ദീപക് എവിടെ? വർഷങ്ങളോളം ലിവിംഗ് ടുഗദറിലിരുന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് പോലും നിങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നാണ് ആരാധകർ എല്ലാവരും തന്നെ ചോദിക്കുന്നത്. ആഹാ, ഈ ബന്ധവും അവസാനിച്ചോ? അല്ലെങ്കിലും സെലിബ്രിറ്റികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും വേഷം മാറുന്നത് പോലെയാണ് ബന്ധങ്ങൾ എന്നൊക്കെയാണ് ആരാധകർ നടിയെ വിമർശിക്കുന്നത്. നടി ഒറ്റയ്ക്ക് വിദേശയാത്രകൾ ചെയ്തതും കൂടെ ഭർത്താവ് ദീപകിനെ കാണാനില്ലാത്തതും തന്നെ ആരാധകർക്കിടയിൽ സംശയമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മാസം 10 പോലും ദീപക്കുമായി ഒന്നിച്ചുള്ള അബുദാബി ട്രിപ്പിൻ്റെ ചിത്രങ്ങൾ അപർണ ദാസ് പോസ്റ്റ് ചെയ്തിരുന്നു. നടിയെ പിന്തുണച്ചും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? മറ്റുള്ളവരുടെ പ്രൈവസിയിൽ കയറി എന്തിനാണ് ചൊറിയാൻ നിൽക്കുന്നത്? അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ തുടങ്ങി നിരവധി ആളുകളാണ് അപർണയെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അപർണയോ ദീപക്കോ ഇത്തരത്തിലുള്ള കമൻറ്റുകളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.